രഹസ്യ വിവരശേഖരണത്തിനായി വനംവകുപ്പിൽ സ്ലീപ്പർ സെൽ രൂപീകരിച്ച സർക്കാർ ഓരോ സർക്കിളിലും സ്ലീപ്പർ സെല്ലിൽ 5 വീതം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസേഴ്സിനെ നിയമിക്കും. ഇന്റലിജൻസ് പ്രവർത്തനം കാര്യക്ഷമമാക്കാനാണ് തീരുമാനം. ഉത്തരവിന്റെ പകർപ്പ് 24-ന്. MG പ്രതീഷ് ചേരുന്നു തിരുവനന്തപുരത്ത്. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. പറയൂ. ഗുഡ് മോർണിംഗ്. വനമേഖലയിലെ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും ഇന്റലിജൻസ് സെല്ലിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനും വേണ്ടിയാണ് സ്ലീപ്പിംഗ് സെൽ എന്ന പേരിൽ പുതിയ ടീമിനെ സർക്കാർ നിയോഗിച്ചിരിക്കുന്നത്. ഈ വനംവകുപ്പിലെ അതാത് ഓഫീസുകളിൽ നിന്നുകൊണ്ട് തന്നെ ഈ സ്ലീപ്പിംഗ് സെല്ലിന്റെ പ്രവർത്തനം നടത്തണമെന്നതാണ് നിലവിൽ ഉത്തരവിൽ പറയുന്നത്. ഈ ഓരോ 5 വനം സർക്കിളിലായി ഈ സ്ലീപ്പിംഗ് സെല്ലുകൾ രൂപീകരിച്ചിട്ടുണ്ട്. ഓരോ സെല്ലുകളിലും 5 ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരെ നിയോഗിക്കണമെന്നതാണ് സർക്കാരിന്റെ ഉത്തരവിൽ പറയുന്നത്. അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ ശുപാർശ പ്രകാരമാണ് ഇത്തരത്തിൽ ഒരു സ്ലീപ്പിംഗ് സെൽ സർക്കാർ രൂപീകരിച്ചത്. രഹസ്യ വിവരശേഖരണമാണ് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. ഈ അതാത് സ്ഥലങ്ങളിൽ നടക്കുന്ന ഈ കാര്യങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുകയും അത് അപ്പോൾ ഈ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും വേണമെന്നതാണ് ഈ ഉത്തരവിൽ പ്രധാനമായും പറയുന്ന കാര്യം. ഈ ഇന്റലിജൻസ് സെല്ലിനായിരിക്കും ഈ സ്ലീപ്പിംഗ് സെല്ലിലെ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഈ ഇന്റലിജൻസ് സെല്ല് ഇത് ഈ അതാത് വനം സർക്കിളിലേക്ക് കൈമാറും എന്നതാണ് പ്രധാനമായും ഈ ഉത്തരവിലൂടെ പറയുന്ന കാര്യം. 1 വർഷം മുതൽ 5 വർഷം വരെയാണ് സ്ലീപ്പിംഗ് സെല്ലിലെ ഉദ്യോഗസ്ഥരുടെ കാലാവധി. കാര്യക്ഷമത അനുസരിച്ച് ഉദ്യോഗസ്ഥരുടെ കാലാവധി നീട്ടി നൽകാമെന്ന് കൂടി ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. നിലവിൽ ഈ സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള ക്രമക്കേടുകളും കുറ്റകൃത്യങ്ങളും തടയുന്നതിന് വേണ്ടി വനം വിജിലൻസും ഒപ്പം ഫ്ലൈയിങ് സ്ക്വാഡുകളും നിലനിൽക്കുന്നുണ്ട്. ഓരോ ജില്ലകളിലും ഫ്ലൈയിങ് സ്ക്വാഡുകൾ പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഈ സ്ലീപ്പിംഗ് സെൽ എന്ന പേരിൽ പുതിയ ഒരു ടീമിനെ കൂടി സർക്കാർ നിയോഗിച്ചിരിക്കുന്നത്. ഈ നേരത്തെ തന്നെ ഈ ഫ്ലൈയിങ് സ്ക്വാഡുമായി ബന്ധപ്പെട്ട് ചില ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. ഇതിനൊക്കെ തന്നെ പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് ഒരു രഹസ്യ വിവരശേഖരണം എന്ന തരത്തിൽ പുതിയൊരു സ്ലീപ്പിംഗ് സെല്ലിനെ കൂടി സർക്കാർ രൂപീകരിച്ചിരിക്കുന്നത്. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്.